സിദ്ദിഖ് എന്നൊരു നടൻ, കെ മധു എന്ന ഡയറക്ടർ, ഇവർ രണ്ടുപേരും ഇതറിഞ്ഞിട്ട് തുളസി പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. കെ മധു ആണ് വിനയനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം തുളസി കൊണ്ട് വിനയ അത് ഏറ്റെടുക്കണമെന്ന്. അല്ലാതെ വിനയൻ ഇങ്ങോട്ട് വന്നല്ല, പാവം വിനയന് പുലിവാലി പിടിക്കേണ്ടി വന്നു. അന്ന് മമ്മൂക്കയുടെ ഒരു സിനിമ ഒരു ദിവസമാണ് റിലീസ് ചെയ്തത്. അത് ഒരിക്കലും അങ്ങനെ രണ്ടുപേരുടെ അന്ന് റിലീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞത്. പ്ലാൻ ചെയ്ത് മുകേഷുമായിട്ട് സംസാരിച്ച് എല്ലാം തീരുമാനിച്ച് അഡ്വാൻസ് വരെ കൊടുത്തതാണ്. അപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ആ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് മലപ്പുറം ആജിയുടെ അമ്മണി ചേട്ടനായിട്ട് ഭയങ്കര സ്നേഹബന്ധമാണ്. പറഞ്ഞ വിശ്വാസമില്ല. ഒരു ദിവസം പെട്ടെന്ന് പുള്ളിയുടെ ഒരു കൂടെയുള്ള ഒരാളുണ്ട്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, പുള്ളിനടുത്ത് അമ്പിളിച്ചേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്പിളിച്ചേട്ടൻ പറഞ്ഞ ചോദിച്ചോ? ഉർവശി ആയിട്ട് പറഞ്ഞ് അമ്മയെ സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന്. അങ്ങനെ അമ്മ സ്റ്റേജിലേക്ക് വിളിച്ച് കൊണ്ടുവന്നു. ഉർവശി ഒരു ഷാൾ ഇട്ടു. അതിൽ കൊള്ള ഒരു മകന് അമ്മയ്ക്ക് നേടിക്കൊടുക്കാൻ പറ്റിയ എന്താണുള്ളത്? ആ കാലത്ത് വളരെ ഗൗരവമായിട്ട് ഒരു സിനിമയ്ക്കെതിരെ നടക്കാതെ വരികയും അസോസിയേഷനിൽ പരാതിയെ കൊടുത്ത ഒരു വലിയ കഥ, വളരെ വിവാദം. അന്ന് മലയാള സിനിമയിൽ ഭയങ്കര ഒരു സജീവ ചർച്ചമായാണ്. ഒരുപാട് കേട്ടതാണ് ആ കഥയെങ്കിലും. എപ്പോഴെങ്കിലും എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് ചേട്ടൻ എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ ഒരു ബേസിക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനൊക്കെ ഉണ്ടായൊരു വിഷയം എന്താണ്? ശരി, 40 ലക്ഷം രൂപ ഒറ്റ പേയ്മെൻറ്റ് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന്, ബോംബെയിൽ ഉള്ള മലയാളി പ്രൊഡ്യൂസർ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിച്ച ഒരു പടത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിച്ചു. ഒരു ഡേറ്റ്, ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഡേറ്റ് വരെ പ്ലാൻ ചെയ്യുന്നു. കഥ എൻ്റെതാണ്, നേരത്തെ പുള്ളി കേട്ട് ഓക്കെ ചെയ്താണ്, സിബിയുദിനെ കൊണ്ട് എഴുതിക്കാൻ പ്ലാൻ ചെയ്ത് ഇതെല്ലാം ചെയ്തതാണ്. ചെയ്ത ഇടയ്ക്ക് ദിലീപ് 1-2 സജഷൻസൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞ അത് തീരുമാനം എൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഫോണിൽ കൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ആ സമയത്ത് ഞാൻ ഇത് മോഹൻലാലിൻ്റെ കോളേജുമാരൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അതും ദിലീപിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. നിങ്ങൾക്കിപ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ ഞാൻ വേറെ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ദിലീപ് സമ്മതിച്ചതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. സിദ്ദിഖ് എന്നൊരു നടൻ, കെ മധു എന്ന ഡയറക്ടർ, ഇവർ രണ്ടുപേരും ഇതറിഞ്ഞിട്ട്, അപ്പോൾ സിദ്ദിഖുമായിട്ട് ഞാൻ അറിയാമല്ലോ, എത്രയോ എൻ്റെ എല്ലാ മിക്ക പടങ്ങളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ആദ്യം മുതൽ അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നിരന്തരം ബന്ധങ്ങളുണ്ട്. ഞാൻ സിദ്ദിഖിനോട് പറഞ്ഞു, സിദ്ദിഖ് ഇങ്ങനെ എൻ്റെ പടം വെച്ച് പുള്ളി മാറി, പുള്ളി വേറെ ഞാനറിയാതെ വേറെ ആ പ്രൊഡ്യൂസറെയും കൊണ്ടുപോയിട്ട് വേറെ ഡയറക്ടറെ വെച്ച് ചെയ്യിക്കുകയാണ് എന്ന് പറഞ്ഞു. തുളസി പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, എന്തിന് കംപ്ലയിൻറ്റ് ചെയ്തൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു ആർട്ടിസ്റ്റിനടുത്ത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ മറ്റേ ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ വിരോധങ്ങളുണ്ടാവാം. അപ്പോൾ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവില്ല. കാരണം തുളസി ന്യായമായ കാര്യത്തിനാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. കെ മധു അതുപോലെ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, തുളസി കംപ്ലയിൻറ്റ് ചെയ്യാത്തത്. കെ മധു ആണ് വിനയനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം തുളസി കൊണ്ട് വിനയ അത് ഏറ്റെടുക്കണമെന്ന്. അല്ലാതെ വിനയൻ ഇങ്ങോട്ട് വന്നല്ല, പാവം വിനയന് പുലിവാലി പിടിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഈ സിദ്ദിഖാണ് എന്നെ കൂടുതൽ നിർബന്ധിച്ചത്, തുളസി പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അസോസിയേറ്റ് കംപ്ലയിൻറ്റ് ചെയ്തു. വേറെ ഒന്നുമല്ല, എൻ്റെ ഇന്നൊരു അഡ്വാൻസ് വാങ്ങിയിട്ട് പുള്ളി ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ചെയ്തു. അത് പിന്നെ പക്ഷേ വളരെ ഇഷ്യൂ, അത് വലിയൊരു പ്രശ്നമായി. സംഘടനകൾ തന്നെ ഇത് പിളർക്കുന്നത്, മാക്ട പിളർന്നു, അങ്ങനെ ഫെബ്ക ഉണ്ടായി. ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും ഒരു ഇതിലും ഞാൻ സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഈ അടുത്ത് എനിക്ക് ദിലീപിനോട് പറയേണ്ടി വന്നപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ വെളിപ്പെടുത്തിയില്ല, എന്താ കുഴപ്പം? അത് പറഞ്ഞു. അതുപോലെ അറിയാമെന്നുള്ളത് ജോണി ആൻ്റണിക്ക് അറിയാം. ജോണി ആൻ്റണി എൻ്റെ ശിഷ്യനാണ്. കാരണം എൻ്റെ തുടക്കം ഞാനാണ് കൊണ്ടുവന്നത്. അതുപോലെ എൻ്റെ 24 സിനിമ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ല സംവിധായകനായി, നടനായി, തിരക്കുള്ള നടനായി. ജോണി ആൻ്റണിയുടെ ഫസ്റ്റ് പടത്തിന് ഞാനാണ് സ്വിച്ച് ഓൺ ചെയ്തത്. എന്നെ കൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്യിച്ചത്, CD മ്യൂസിക്. അതൊക്കെ ചെയ്ത ഇപ്പോഴും നമ്മളെപ്പോഴും എന്നെ വിളിക്കുകയും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ആളാണ്. പക്ഷേ അതിനോട് ചേർത്തൊരു ചോദ്യം പറഞ്ഞു. അക്കാലത്ത് കേട്ടിരുന്ന ഒരു വിവാദങ്ങളിലൊന്ന്, ഈ വിഷയങ്ങളിൽ ഈ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ചില താരങ്ങൾ പറഞ്ഞ മമ്മൂട്ടി, മോഹൻലാലിനും അടക്കമുള്ള ചില താരങ്ങൾ പലരെയും വിലയ്ക്ക് വാങ്ങി ഡേറ്റ് കൊടുക്കാമെന്നുള്ളൊരു പ്രലോഭനം കൊടുത്ത് പലരെയും ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ചേട്ടൻ്റെ പേരൊന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോളേജ് കുമാരൻ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കര വാർത്തകളുണ്ടായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല. കോളേജ് കുമാരൻ അതിന് മുമ്പാണ് നടന്നത്. കോളേജ് കുമാരൻ റിലീസിങ് കഴിഞ്ഞ ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. റിലീസിങ് കഴിഞ്ഞ ശേഷമാണ്. കോളേജ് കുമാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ വിശ്വബ്രഹ്മചാരി കഴിഞ്ഞ് അപ്പോഴേ ഞാനും ലാലേട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ ഒരു കഥ പറയാൻ വേണ്ടി ലാലേട്ടൻ്റെ അടുത്ത് നേരിട്ട് പോയിട്ടാണ് ഞാൻ ഡേറ്റ് വാങ്ങുന്നത്. മനസ്സിലായില്ലേ? അത് 2 സിനിമയും
അപ്പോൾ വിശ്വന്മാർ കോളേജുമാരും കഥ പറയുകയും ഒക്കെ ചെയ്തത്. ഒരു പക്ഷേ ഈ മോഹൻലാൽ എന്ന് പറയുന്നതിന് ഭയങ്കര തീവ്രമായ സ്നേഹമുള്ള ഒരാളാണ് ചേട്ടൻ. ചേട്ടൻ്റെ വാക്കുകളിലത് കേൾക്കാം. അതെ. പക്ഷേ ആ രീതിയിൽ ആ കഥാപാത്രങ്ങളെ ഈ രണ്ട് സിനിമയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തോന്നൽ ഇപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, എനിക്ക് ആദ്യത്തെ സിനിമയിൽ എനിക്ക് മാക്സിമം ഉപയോഗിച്ചു എന്നുള്ളത് തന്നെ. എൻ്റെ മിസ്റ്റർമാരിൽ മാക്സിമം ഉപയോഗിച്ചു, നന്നായിട്ട് ചെയ്തു. പക്ഷേ കോളേജുമാരിൽ ആ കഥാപാത്രം കുറച്ചുകൂടെ വേറെ രീതിയിൽ ആക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു മെസ്സേജുള്ള ഒരു സിനിമയായിരുന്നു. കാരണം ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുള്ള അതാണ് ഞാൻ ആ സബ്ജക്റ്റ് എടുക്കാൻ തന്നെ കാരണം. അല്ലാതെ വേറെ ഒന്നുമില്ല. ആ സബ്ജക്റ്റ് ഒരാളുടെ എഴുതിക്കൊണ്ട് വന്ന് വായിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തന്നെ തോന്നുന്നത് അന്ന് നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടം ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്താണ്, ഞാൻ കോളേജിനെ ബേസ് ചെയ്താണ് എടുത്തത്. കുറച്ച് നന്നാക്കാൻ പറഞ്ഞാൽ ആ കഥാപാത്രം വേറെ രീതിയിലാക്കണമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിരുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ. അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ഞാൻ മേക്ക് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് എക്സ്പെൻസിലും ഒരുപാട് ക്രൗഡിലും നല്ല ഷോർട്സുകളും ഒക്കെ എടുത്ത് നല്ല മേക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ലാലേട്ടൻ പടം കണ്ടിട്ട് നല്ല പടം എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ അഞ്ജലി തിയേറ്ററിലായിരുന്നു അന്ന് റിലീസ് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ എന്നെ എടുത്ത് പൊക്കി അവിടെ കൊണ്ട് നടന്നിട്ടുണ്ട്, അവരുടെ ഓഡിയൻസ് ഫാൻസുകാരൊക്കെ. അപ്പോൾ അതൊക്കെ സംഭവിച്ച സിനിമയാണ്. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത്ര വിജയിച്ചില്ല. വിജയിച്ചെന്ന 2 കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് മമ്മൂക്കയുടെ ഒരു സിനിമ ഒരു ദിവസമാണ് റിലീസ് ചെയ്തത്. രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത സിനിമ രൗദ്രം. അത് ഒരിക്കലും അങ്ങനെ രണ്ടുപേരുടെ അന്ന് റിലീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, അതൊരു ഫെസ്റ്റിവലല്ല, ഒന്നുമല്ല. അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത റിലീസ് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടായത്. അതൊക്കെ അതിൻ്റെ വിജയത്തെ ബാധിച്ചു അല്ലേ? ബാധിച്ചിട്ടുണ്ട്. പക്ഷേ 2 പടവും ഹിറ്റായില്ല. അതും അങ്ങനെ സൂപ്പർ ഹിറ്റ് ആയില്ല, ഇതും ആയില്ല. പക്ഷേ ഇത് 75 ദിവസം പടം ഓടിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോലെ ഹിറ്റിലേക്ക് വന്നിട്ടില്ല. ഇനിയും ഇവരെ വെച്ച് സിനിമ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. നടക്കുന്നുണ്ടോ? അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ലാലേട്ടന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പഴയ പോലെ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഇപ്പോഴും ലാലേട്ടനുണ്ട്. ഇവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടാൽ പോലും എന്നെ കൈയെടുത്ത് കാണിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അതിന് യാതൊരു സംശയമില്ല. പിന്നെ സെറ്റിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും സുഖമുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ എന്നാലും ലാലേട്ടൻ കുറച്ചുകൂടെ സെറ്റിൽ ജോലിയാണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം എന്താ പറയുക, അവിടെ ഒരു ഡയറക്ടറെ കൺഫ്യൂഷൻ ആക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ പുള്ളി ചെയ്യും, നേരത്തെ ചെയ്തിരിക്കും കഥ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ. അല്ലാതെ അവിടെ വന്നിട്ട് കൺഫ്യൂഷൻ ആക്കില്ല. അവൾ വളരെ നല്ല ഒരു സംവിധായകന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തു തന്നെയാണ് ലാലേട്ടൻ ഇപ്പോഴും നിൽക്കുന്നത്. അത് കണ്ടു പഠിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറകൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഈ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ സ്വഭാവ രീതികൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഇവരെല്ലാം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാനത് എണ്ണം എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച മറ്റു താരം ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന അസാമാന്യ പ്രതിഭയാണ് അല്ലേ? അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ എനിക്ക് തോന്നുന്നു താങ്കളോട് പ്രത്യേക സ്നേഹം, വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും തുളസി എന്നൊക്കെ പറയുന്ന വെളിയിൽ തന്നെ ഒരു അനിയാന്ന് വിളിച്ചിട്ട്, അതായത് എൻ്റെ ലേനം മുതൽ അഭിനയിക്കുകയാണ്. അങ്ങനെ തുടർന്ന് എത്രയോ സിനിമകളിൽ അഭിനയിച്ചു. അവസാനം മലപ്പുറകാജിയിലേക്ക് റോള് മറക്കാൻ പറ്റുമോ? അതെ. അതായത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് മറക്കാൻ പറ്റില്ല. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് മുകേഷുമായിട്ട് സംസാരിച്ച് എല്ലാം തീരുമാനിച്ച് അഡ്വാൻസ് വരെ കൊടുത്തതാണ്. അപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ആ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, സെക്കൻഡ് പാർട്ട് മലപ്പുറകാജിയുടെ. അങ്ങനെ ഓരോ സിനിമകളിലും പുള്ളിയെ എടുത്തു പറയാം. കിളിയിൽ പമ്പരം എന്നൊരു സിനിമ ജയറാമും അമ്പിളിച്ചേട്ടനായിട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ ഒരുപാട് സിനിമകളിൽ അമ്പിളിച്ചേട്ടൻ നിറഞ്ഞു നിൽക്കുന്ന സിനിമയുണ്ട്. മേലെ ഭാരത്തെ മാലാകുട്ടികൾ എന്നൊരു സിനിമ, അതിൽ ബാലേന്ദ്രമേനോൻ ചേട്ടൻ അഭിനയിച്ച സിനിമയാണ്. അതേമായിട്ടൊരു സ്നേഹബന്ധം അങ്ങനെയായിരുന്നു അമ്പിളിച്ചേട്ടനായിട്ട് ഭയങ്കര സ്നേഹബന്ധമാണ്, പറഞ്ഞാൽ വിശ്വാസമില്ല. ഒരു ദിവസം എന്നോട് ചോദിക്കുന്നു, റോസി അപ്പോൾ ഞങ്ങളൊരു പടം തുടങ്ങാതിരിക്കുകയാണ്. അതെ, ഈ മേലെ ഭാരത്തെ മാലാകുട്ടികൾ തന്നെ അത് തുടങ്ങാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് അഡ്വാൻസ് കൊടുത്തില്ല, ഞങ്ങൾ സംസാരിച്ച് വെച്ചുകൊണ്ട്. ഒരു ദിവസം പെട്ടെന്ന് പുള്ളിയുടെ ഒരു കൂടെയുള്ള ഒരാളുണ്ട്, ചന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിനടുത്ത് അമ്പിളിച്ചേട്ടൻ ഇവിടെ അമൃത ഹോട്ടലിൻ്റെ അവിടെ നിൽക്കുന്നു, അത്യാവശ്യമായിട്ട് ഒരു 25,000 രൂപ വേണമെന്ന് എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്പിളിച്ചേട്ടൻ പറഞ്ഞ ചോദിച്ചോ? അതെ, അമ്പിളിച്ചേട്ടൻ അവിടെ നിൽക്കുന്ന അത്യാവശ്യമായിട്ട് 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഇത്ര ദാരിദ്ര്യമോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ 25,000 രൂപ കൊടുത്തയച്ചു. അതെനിക്ക് തരുന്നത് ലൊക്കേഷനിൽ വന്ന ശേഷം ആണ് എനിക്ക് ആ പൈസ സെറ്റിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് തരുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ബന്ധം വെച്ചിട്ടാണ്, അതായത് അടുപ്പം, അങ്ങനെ എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അനിയാന്ന് വിളിച്ച് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അമ്പിളിച്ചേട്ടൻ, നമ്മളൊരു കഥാപാത്രം ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അറിയാതെ അമ്പിളിച്ചേട്ടനെ ഓർത്തു പോകും, ഒരു കഥാപാത്രം ഓർത്തു പോകും. പിന്നീടാണ് ഇപ്പോൾ ആലോചിക്കുന്നത്, അയ്യോ അമ്പിളിച്ചേട്ടൻ ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. മലയാളികൾക്ക് വളരെ ലോസ് ആവാൻ പോകുന്ന ഒരു സിനിമ ഈ പറഞ്ഞ പോലെ ആ മലപ്പുറം ഹാജി മഹാനാജിയുടെ സെക്കൻഡ് പാർട്ട് തന്നെയായിരിക്കും. നല്ല മനോഹരമായ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട്, രാജങ്കിരിയത്തുമായിട്ട് എഴുതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് അഡ്വാൻസ് കൊടുത്തു, മുകേഷിന് അഡ്വാൻസ് കൊടുത്തു, അത് നടന്നില്ല. പിന്നെ അതുപോലെ സംസാരിച്ചു, എല്ലാം റെഡിയാക്കിയിരുന്നല്ലേ. അഡ്വാൻസ് സത്യം പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ ഒരു പടത്തിന് നേരത്തെ അഡ്വാൻസ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇത്ര രൂപ വേണം, ഇതൊന്നും പറയാത്തൊരു മനുഷ്യനല്ലേ. ഇത്രയും നല്ല സെറ്റിൽ ചെയ്തിട്ട് 6:30 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 6:30 മണിക്ക്, 5:30 മണിക്ക് വരണമെന്ന് 5:30 മണിക്ക് വരും. എത്ര ലേറ്റായാലും ഒരു പരാതിയും പരിഭവമില്ലാത്തൊരു ഒരാളല്ലേ. അത്ര ക്യാമറയ്ക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അയാൾ എല്ലാം മറന്നല്ലേ നിന്ന് അഭിനയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കരിയറിലെ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു തമിഴ് സിനിമയാണ്. മലയാളത്തിൽ ഇന്നും ആഘോഷിക്കുന്ന സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കോമ്പയുടെ സന്ദേശം എന്ന് പറയുന്ന പടത്തിൻ്റെ റീമേക്ക് അല്ലേ? വീട്ടിപ്പാറ് നാട്ടേപ്പാറ്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് തമിഴിലെ അൻപാലയ പ്രഭാകരൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, വലിയ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം എൻ്റെ കൗതുക വാർത്തകൾ കണ്ടിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജറും ആണ് എൻ്റെ സിനിമ കണ്ടത്, കൗതുക വാർത്തകൾ. അപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞത്, അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ തുളസിദാസൻ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അത് നമുക്ക് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ എന്നെ ഒന്ന് കാണുന്നു, എൻ്റെ പടം കാണാൻ വേണ്ടി അവർ പടം കണ്ടു. അങ്ങനെ തീരുമാനിക്കുന്നു കൗതുക വാർത്തകൾ റീമേക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞ് ഞാൻ വേറെ സിനിമയ്ക്ക് പോയി. ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞുകാലം എന്ന് പറയുന്ന സിനിമയുണ്ട്, സുരേഷ് ഏട്ടൻ ഉർവശി ഡബിൾ റോൾ അഭിനയിച്ചത്. നല്ല പടമാണ്. ഉർവശി ഗംഭീരമായിട്ട് അന്നത്തെ ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ ഡബിൾ ആക്ഷൻ ഗംഭീരമായിട്ട് ഞാൻ ചെയ്തതാണ്. അത് ശശിയേട്ടൻ തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇത് ഗംഭീരമായിരിക്കുമല്ലോ ഡബിൾ ആക്ഷൻ ചെയ്തേക്കുക. അത് 1-2 സീനല്ല, ത്രൂട്ടുണ്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പോയിരുന്നു. ഈ ഗ്യാപ്പിൽ ഈ പ്രൊഡ്യൂസർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സന്ദേശത്തിൻ്റെ സ്ക്രിപ്റ്റ് വാങ്ങിയിട്ട് വേറൊരു ഡയറക്ടറെ വെച്ചിട്ട് പ്ലാൻ ചെയ്തു. അവർ സ്ക്രിപ്റ്റൊക്കെ എഴുതി, പ്രൊഡ്യൂസറൊക്കെ ഇവിടെ മണിയണ്ണൻ്റെ അച്ഛൻ എവർഷൻ അവർക്ക് പൈസ കൊടുത്ത് അത് വാങ്ങി അവരെല്ലാം പ്ലാൻ ചെയ്ത് ഷൂട്ടിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്തു. ഒരു വേറെ ഡയറക്ടറെ വെച്ചിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി എല്ലാം പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസറും ആ ഡയറക്ടറുമായിട്ട് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്തോ തെറ്റിപ്പിരിഞ്ഞു. അപ്പോൾ അടുത്ത പടമാണ് നമ്മുടെ കൗതുക വാർത്തകൾ റീമേക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അങ്ങനെ എന്നെ സമീപിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ഒരു പടം ഡേറ്റൊക്കെ വായിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് ശിവകുമാർ സാറാണ്, ഇവർ ഇന്ന ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തു, ഏതാണ് അത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മറ്റേ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അത് സന്ദേശം എന്നുള്ള സിനിമ. അപ്പം ഞാൻ സത്യത്തിൽ ഈ സന്ദേശം സിനിമ ഞാൻ മദ്രാസിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല സന്ദേശം സിനിമ, കണ്ടിട്ടില്ല. അന്ന് കണ്ടില്ല, പിന്നെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ കണ്ടു, ഇത് ആ സമയത്ത് കണ്ടില്ല. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ ഒരു കഥയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ എനിക്കത് ഇങ്ങനെ അറിയില്ല. അങ്ങനെ എന്നെ സിനിമ കാണിക്കുന്നവർ ഇത് അവർ പ്ലാൻ ചെയ്ത ഡേറ്റ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇത് കാരണം അവിടെ ചെയ്തേക്കുന്നത് ജയറാമാണ്, ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ശരവണനെ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് പാണ്ഡ്യരാജനെങ്കിലും ആണെങ്കിലും പിന്നും ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയം കൊണ്ട് ശരിയാവില്ല. അപ്പോൾ പറയും ഇയാൾ നിർബന്ധിച്ച് പ്രൊഡ്യൂസർ പറഞ്ഞു ഇല്ല സാർ ഇത് ഇവിടെ നന്നായിരിക്കും, ഇത് ആദ്യം ചെയ്താണ് നല്ലതെന്ന് പറഞ്ഞിട്ട് വേറൊരു ഡയറക്ടർ ചെയ്യാനിരുന്ന സിനിമ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ. പക്ഷേ സിനിമ കാണുമ്പോൾ നല്ല സിനിമയാണ്. ശിവകുമാർ സാറൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച നല്ല ഡയലോഗ്സും കാര്യങ്ങളും ഇതൊക്കെയാണ്. പക്ഷേ അതും ഇവിടുത്തെ ആയിട്ട് വളരെ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ആ ഒരു സിനിമ എനിക്ക് പരാജയമാണ്. പക്ഷേ അത് വിജയിച്ചിരുന്നെങ്കിൽ തമിഴിലും ഇതേപോലെ ഈ പറഞ്ഞ കൗതുക വാർത്തകളും ഒക്കെ ചെയ്യേണ്ടതാണ്, കണ്ടിന്യൂ ഞാൻ ചെയ്യേണ്ടതാണ്. ഒരുപാട് സിനിമകൾ ഒന്നും വേണ്ട. എൻ്റെ ആദ്യ സിനിമ ഞാൻ തമിഴ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തമിഴിൽ ശരിക്കും സിനിമ ചെയ്തതിന് അമ്മ പറഞ്ഞൊരു വാക്കാണ്. എൻ്റെ അമ്മയ്ക്ക് ആ സിനിമ എനിക്ക്
അമ്മ കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവണം സാർ. അത് അമ്മ കണ്ടായിരുന്നോ ആ സിനിമ? കണ്ടിരുന്നു. അമ്മ ഇഷ്ടപ്പെട്ടോ? പിന്നെ അമ്മയ്ക്ക് അത്ര വലിയ ഇതല്ലോ, വയസ്സായവർക്ക് അവരുള്ളൂ. അമ്മ കണ്ടു. അമ്മയെ കൊണ്ട് മകൻ എന്ന നിലയിൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവളൊരിക്കൽ വേദനിച്ചിരുന്നു. എനിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞു പോയ വാക്ക് പാലിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആ അമ്മയെ കൊണ്ട് തന്നെ നമ്മളെ പടം, ആ മലയാള പടം കൊണ്ട് കാണിച്ചു എന്നുള്ള. അതിനേക്കാളും സുരേഷ്, എനിക്ക് ഏറ്റവും വലിയ എനിക്ക് അമ്മയ്ക്ക് നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം? അത് ഞാൻ ഇത് മഞ്ഞുകാലം ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സ്ഥലം വെഞ്ഞാറമൂടാണല്ലോ. വെഞ്ഞാറമൂട്ടിലെ ആൾക്കാർ, അവിടെ ഉള്ളവർ എനിക്കൊരു സ്വീകരണം തന്നു. കാരണം വെഞ്ഞാറമൂട്ടിലെ ആദ്യത്തെ സിനിമാ സംവിധായകനാണ്, ആദ്യത്തെ സിനിമാക്കാരനാണ്, സിനിമാ സംവിധായകനുമാണ് ആദ്യത്തെ. അവിടെ ആരും ഇതുവരെ വന്നിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്കൊരു സ്വീകരണം തരുന്നു അവിടെ. ഒരു സ്വീകരണം ഗംഭീര സ്വീകരണമായിരുന്നു. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കില്ലേ, അപ്പോൾ എന്നോട് പറഞ്ഞ് ഉള്ള ആർട്ടിസ്റ്റിനെ കൂടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഉർവശി, മനോജ് ജയൻ, കരമന ജനാർദ്ദൻ, അങ്ങനെ തുടങ്ങി ഇന്ദ്രൻസ്, അവരവർ ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത ഒരു ഫംഗ്ഷനായിരുന്നു. അതായത് 1 കിലോമീറ്റർ ദൂരെ നിന്ന് ഓപ്പൺ ജീപ്പിൽ ഞങ്ങളെ നിർത്തി ജാഥയായിട്ട് കൊണ്ടുപോയ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനിൽ നടക്കുമ്പോൾ, അപ്പോൾ ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അവിടെ അടുത്ത ആൾക്കാർ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിമാർ, എൻ്റെ ചേച്ചിയുടെ മക്കൾ എല്ലാവരും ഫ്രണ്ടിൽ അവർ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ കുടുംബത്തിലാണ് ഞാൻ നിൽക്കുന്നത്, കുടുംബത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ അമ്മ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയൊരു വാചകമുണ്ട്. അപ്പോൾ എനിക്ക് അമ്മയുടെ മുമ്പിൽ എനിക്കിവിടെ ഇങ്ങനെ ഒരു സംവിധായകനായിട്ട് നിൽക്കാൻ സാധിച്ചാൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചു. എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു, എനിക്ക് ഭയങ്കര വിങ്ങലുണ്ടായി സംസാരിക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഉർവശി ആയിട്ട് പറഞ്ഞ് അമ്മയെ സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന്, വിളിക്ക് റിസെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അമ്മ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയാണ്, പറഞ്ഞല്ലേ. അങ്ങനെ അമ്മ സ്റ്റേജിലേക്ക് വിളിച്ച് കൊണ്ടുവന്നു. ഉർവശി ഒരു ഷാൾ ഇട്ടു. ആ ഒരു രംഗമെന്ന് പറയാം, അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്ത്. അതിൽ കൊള്ള ഒരു മകന് അമ്മയ്ക്ക് നേടിക്കൊടുക്കാൻ പറ്റിയ എന്താണ്? അന്ന് അമ്മ കരഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അമ്മ കരയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മ ഇപ്പം കരയുന്നത് ആനന്ദക്കണ്ണീരാണ്. അന്ന് എന്നെ യാത്ര അയക്കുമ്പോൾ കരഞ്ഞത് ഒരു മകൻ നഷ്ടപ്പെടും എന്നുള്ള വേദനയായിരുന്നു. സോറി, ഒരു മിനിറ്റ്. എനിക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. അത് തന്നെ ആ അമ്മ ഏതോ സ്വർഗത്തിരുന്ന് ഇപ്പോഴും ആ മകനെ അനുഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ എനിക്ക് അമ്മയ്ക്ക് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് ഹിറ്റുകൾ കൊടുത്തൊരു സംവിധായകൻ ഇനി എന്നാ ഒരു അടുത്ത സിനിമ ചെയ്യുന്നത്? അതാണ് ഞങ്ങൾ അടുത്ത ഏറ്റവും കരുതലോടെ കാത്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അതെ, ഗേൾസ് ആണെന്ന് തോന്നുന്നു. ഗേൾസ് ലാസ്റ്റിൽ ചെയ്തു. അതൊരു പരീക്ഷണം പോലെ ഒരു ലേഡീസിനെ മാത്രം വെച്ച ഒരു സിനിമ, അങ്ങനെ വന്ന ഒരു സിനിമ ആലോചിച്ചതാണ്. അതിന് തമിഴിൽ പിന്നും കുഴപ്പമില്ല. തമിഴിൽ എനിക്കതിൻ്റെ ഒരു ICL അവാർഡ് കിട്ടി കേട്ടോ, കിട്ടി. കാരണം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്തു എന്നുള്ള ഒരു ഇതിൽ ICL അവാർഡ് കിട്ടി. പിന്നെ മലയാളത്തിൽ എനിക്കതിൽ ഒന്ന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. പിന്നെ ഒരുപാട് ഞാൻ ലാലേട്ടൻ്റെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതും ലേറ്റായി. അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ദിലീപായിട്ടുള്ള ചെറിയ പ്രശ്നമുണ്ട്. ചില ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിക്കിട്ടില്ല. ഇപ്പോൾ ഞാൻ അടുത്ത ഉടനെ ഒരു സിനിമ ചെയ്യുന്നു. ജൂലൈ ലാസ്റ്റോടുകൂടി ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങും. അതിൻ്റെ ഒരു 90% ഷൂട്ടിങ് ഗോവയിലാണ്. ഒരു 10% മാത്രമേ ഉള്ളൂ കേരളത്തിൽ ചെയ്യുന്ന ഒരു ഇത്. അതിലൊരു 3 ഹീറോ പയ്യന്മാരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം സെലക്ഷൻ ആയിരിക്കുകയാണ്, എല്ലാം ഓക്കെ ആയിരിക്കുന്നു. പിന്നെ ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, അവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ പുതിയതും പഴയതുമായിട്ടുള്ള ആൾക്കാർ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്.
ടൈറ്റിലായിട്ടുണ്ട്. പൂജയോട് കൂടി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു അത്യാഗ്രഹം കൂടെ കൂടിയാണ്. നേരത്തെ ഏട്ടൻ പറഞ്ഞു വെഞ്ഞാറമൂടിൽ അന്ന് വേറെ ഒരു സിനിമാക്കാരനും ഉണ്ടായിരുന്നില്ല എന്ന്. ഇപ്പോൾ ഒരു വെഞ്ഞാറമൂടുകാരനുണ്ട്, സുരാജ് വെഞ്ഞാറമൂട്. രണ്ടാറ് വെഞ്ഞാറമൂടുകാരും കൂടെ ഒന്ന് ഒന്നിക്കുമോ? അതും പറയാൻ പറ്റില്ല. അല്ല, സുരാജ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചു. അതെ, കോളേജുമാരിൽ തന്നെ ഉണ്ടല്ലോ. കോളേജുമാരിലുണ്ട്, രക്ഷകനിലുണ്ട്, പിന്നെ എഗെയിൻ കാസർഗോഡ് കാതർബായിലുണ്ട്. ആ റേഞ്ചിൽ നിന്നൊക്കെ ആക്ച്വലി എൻ്റെ ഒരു തമാശയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ PK ജോസഫ് എന്ന സംവിധായകൻ ആദ്യം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പടത്തിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ അസിസ്റ്റന്റുമാർ, ഞാൻ എഴുതി കൊടുത്തത് തുളസീധരൻ നായർ വെഞ്ഞാറമൂട് എന്നാണ് എഴുതി കൊടുത്തത്. അസോസിയേറ്റ് ഡയറക്ടർ ബാബുക്കുരുടെ എന്നൊരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്. ഇത് അപ്പോൾ ടൈറ്റിൽ അന്ന് എഴുതിയാണല്ലോ പ്രിൻ്റ് ചെയ്യുന്നത്, ആർട്ട് ഡയറക്ടർമാർ എഴുതിയാണല്ലോ കൊടുക്കുന്നത്. അത് ഒരു കാർഡിന് ഇത്ര രൂപയെന്നുണ്ട്, ലെങ്ത് അനുസരിച്ചൊക്കെ ഇത് വേണ്ട. ജോസഫ് സാറിനെ എടുത്തുകൊണ്ട് കാണിച്ച്, സാറേ ഈ പേരൊന്നും ഇത്രയും ലെങ്തിലൊന്നും വയ്ക്കാൻ പറ്റില്ല കേട്ടോ, പ്രിൻ്റ് ചെയ്യാൻ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് സാർ ഇൻ്റർവ്യൂ ആക്കിയിട്ട് പറഞ്ഞു അതങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു. അതങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പോൾ ആ പടത്തിൽ എൻ്റെ പേരില്ല, ഇട്ടില്ല. എനിക്ക് വല്ലാതെ വിഷമമായി. വെഞ്ഞാറമൂട് എന്ന് വരെ വെച്ച് തുളസീധരൻ നായർ എന്നൊക്കെ വെച്ച്, അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ തുളസീദാസ് എന്ന് പേര് മാറ്റുന്നത്. അല്ല, അത് ഇടാൻ ഒരു സ്വാമി ഈ പറഞ്ഞ പേരാണ്. പിന്നെ അത് ഞാൻ അതങ്ങ് സ്വീകരിക്കുകയും, പിന്നെ അതെൻ്റെ അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. പേര് വരെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് അന്നൊരു ഇത് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈയിടയ്ക്ക് സുരാജിനടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനിടേണ്ട വെഞ്ഞാറമൂടിനെയാണ് കൊണ്ടുപോയത്, അത് ഓർക്കുമ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻറ്റുകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് വെഞ്ഞാറമൂടുകാരും കൂടി വൈകാതെ ഒന്നിക്കാനും കൂടെ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാ മംഗളങ്ങളും നേരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു. കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് കൊടുക്കട്ടെ, അല്ലേ? തലയെടുപ്പുള്ളൊരു സംവിധായകനായി തുടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി.